അധ്യാപകൻ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയതോടെ വീണ്ടും പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം. കേരള സർവകലാശാലയിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. ഇതോടെ 3ാം സെമസ്റ്ററിലെ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷ വിദ്യാർത്ഥികൾ വീണ്ടും എഴുതേണ്ടി വരും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, ഒരിക്കൽ കുട്ടികൾ പരീക്ഷ എഴുതിയതാണ്, അത് അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടത്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ റിസൾട്ട് വരുന്നില്ല. ഇവർ 2022-24 MBA ബാച്ചുകാരാണ്. അത് 24-ന് പരീക്ഷ എഴുതി തീർന്ന് ആ വർഷം തന്നെ, അല്ലെങ്കിൽ ഈ വർഷം തുടക്കത്തിൽ റിസൾട്ട് വരേണ്ട വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ ഇവർ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പരീക്ഷ ഒന്നുകൂടി എഴുതണം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് പരീക്ഷ നടത്തും, രണ്ടാമതും ഈ പരീക്ഷ ഫീസില്ലാതെ പരീക്ഷ നടത്തും എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം April 7-ന് മറ്റൊരു പരീക്ഷ നടത്തുമെന്നാണ് പറയുന്നത്. നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പരീക്ഷ എഴുതിയവരാണ്. കേരള സർവകലാശാലയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതിയവരോട് പിന്നെയും കുറച്ച് ദിവസത്തിൻ്റെ മാത്രം വ്യത്യാസത്തിൽ മറ്റൊരു പരീക്ഷ നടത്തുന്നത് പറയുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. അതുമാത്രമല്ല, വലിയ അനാസ്ഥയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഉത്തരക്കടലാസാണ്, പല കോളേജിൽ നിന്നുള്ള ഉത്തരക്കടലാസ് ഷഫിൾ ചെയ്ത ശേഷമാണ്. അതായത് പറഞ്ഞതുപോലെ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. കാരണം 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് വളരെ ലാഘവത്തോടെ അടുത്ത പരീക്ഷ പറയൂ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി ഇവിടെ പരിഗണിക്കേണ്ടതല്ലേ? കാരണം അവർ ഒരിക്കൽ പരീക്ഷ എഴുതിയതാണ്, മറ്റു പരീക്ഷകൾ ഒരുപക്ഷെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് മറ്റൊരു ഭാരം കൂടിയാണ് ഇപ്പോൾ അധികൃതരുടെ ഒരു വീഴ്ച കാരണം നേരിടേണ്ടി വരുന്നതും. അതുതന്നെയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാവരും പറഞ്ഞത്. ഒന്നാമത് പരീക്ഷ നടത്താൻ വൈകിയിരുന്നു, അതിനൊപ്പം തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, ഇൻ്റർവ്യൂകളുണ്ട്. അതിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ചോദിക്കുന്നത് പാസ്സായ സർട്ടിഫിക്കറ്റാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ ഒടുവിലത്തെ പരീക്ഷയും എഴുതി കാത്തിരിക്കുമ്പോൾ ഈ ചോദ്യപേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ പല കോളേജിൽ നിന്ന് വരുന്നു. പിന്നീട് അത് ഇടകലർത്തിയാണ് അധ്യാപകർക്ക് നൽകുന്നത്. അങ്ങനെ 5 കോളേജുകളിലെ 71 പേരുടെ MBA രാഹുൽ, ഞാൻ രാഹുലിലേക്ക് തിരികെ എത്താം.